ഇന്ത്യ എന്നത് ഒരു മതേതര രാജ്യമാണ്. ആ മതേതര രാജ്യത്ത് സങ്കുചിത ചിന്തകൾക്കൊന്നും സ്ഥാനമില്ല എന്നുള്ളതുകൊണ്ട് കർണാടകയിൽ RSSന്റെ പ്രവർത്തനങ്ങളെ നിരോധിക്കാൻ പുറപ്പെടുകയാണ് സർക്കാർ. ആ പ്രവർത്തനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തുന്നത് സർക്കാരിൻ്റെ പരിഗണനയിൽ വന്നുകഴിഞ്ഞു എന്ന് മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ അറിയിച്ചിരിക്കുന്നു. അതായത് തമിഴ്നാട്ടിലേതുപോലെ സമാനമായ രീതിയിൽ RSSന്റെ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന കാര്യം പരിഗണനയിലുണ്ടെന്നും ഇക്കാര്യം ആവശ്യപ്പെട്ടതിന് പ്രിയങ്ക് ഖാർഗെ, അതായത് കർണാടകയിലെ മന്ത്രി, ദേശീയ കോൺഗ്രസ് പ്രസിഡന്റിൻ്റെ മകൻ കൂടിയായ പ്രിയങ്ക് ഖാർഗെയ്ക്ക് വധഭീഷണി വരെ ഉണ്ടായി എന്നും സിദ്ധാരാമയ്യ വെളിപ്പെടുത്തിയിരിക്കുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസരങ്ങളിൽ RSS ശാഖകളുടെ പ്രവർത്തനം നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കർണാടകയിലെ IT മന്ത്രി കൂടിയായ പ്രിയങ്ക് ഖാർഗെ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞ ദിവസം കത്തയച്ചത്. തീർച്ചയായും RSSന്റെ പ്രവർത്തനങ്ങൾ വരുന്ന തലമുറയെ ബാധിക്കുമെന്നും അത് തെറ്റായ സന്ദേശം നൽകുന്നതൊന്നാണെന്നും പറഞ്ഞുകൊണ്ട് നിരന്തരം ഈ ആവശ്യം ഉന്നയിക്കുകയാണ് പ്രിയങ്ക് ഖാർഗെ. അതിനാണിപ്പോൾ ഒരു പരിസമാപ്തിയിലേക്ക് കടക്കുന്നത്. പൊതുസ്ഥലങ്ങളിൽ RSS പ്രവർത്തനങ്ങൾ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടതിന് പിന്നാലെ പ്രിയങ്ക് ഖാർഗെയ്ക്ക് ഭീഷണി സന്ദേശങ്ങൾ വന്നു. തമിഴ്നാട് മോഡൽ കർണാടക പിന്തുടരണമെന്ന് മാത്രമായിരുന്നു പ്രിയങ്ക് ഖാർഗെ അതിൽ പറഞ്ഞത്. തമിഴ്നാട്ടിലെ RSS നിരോധനത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ശേഖരിക്കാൻ അതുകൊണ്ട് തന്നെ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു സിദ്ധാരാമയ്യ. പ്രിയങ്ക് ഖാർഗെയോ താനോ അത്തരം ഭീഷണികളെ ഒന്നും ഭയപ്പെടുന്നില്ല എന്നാണ് സിദ്ധാരാമയ്യ വ്യക്തമാക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പാർക്കുകൾ, ദേവസ്വം വകുപ്പിന് കീഴിലുള്ള ക്ഷേത്രങ്ങൾ എന്നിവയുടെ പരിസരത്ത് RSSന്റെ ശാഖകൾ പ്രവർത്തിക്കുന്നത് നിരോധിക്കണമെന്നായിരുന്നു ഈ മന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ എല്ലാം ആവശ്യം. കാരണം അവിടെ വളർന്നു വരുന്ന കുട്ടികൾ വലിയ രീതിയിൽ ഇതിലേക്ക് ആകർഷരാകുകയും ഒരു മതത്തിന് വേണ്ടി എന്തും ചെയ്യുമെന്നുള്ള തരത്തിലേക്ക് അവരെ വളർത്തിയെടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമായി RSS മാറുമ്പോൾ അതിന് നിരോധനം തന്നെയാണ് വഴി എന്നുള്ളതാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ തീരുമാനിക്കുന്നത്. ഭരണഘടനയുടെ അന്തസ്സത്തേക്കും രാജ്യത്തിൻ്റെ ഐക്യത്തിനും RSS എതിരാണെന്നും ഈ ശാഖകളിലൂടെയെല്ലാം വിദ്യാർത്ഥികളിൽ ചെറുപ്രായത്തിൽ തന്നെ വിദ്വേഷത്തിൻ്റെ വിത്ത് പാകുകയാണെന്നാണ് മന്ത്രി പ്രിയങ്ക് ഖാർഗെ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം AICCയുടെ അധ്യക്ഷനാണ് മല്ലികാർജുൻ ഖാർഗെ. അദ്ദേഹത്തിൻ്റെ മകനാണ് കർണാടകയിലെ IT മന്ത്രി പ്രിയങ്ക് ഖാർഗെ. ഈ ഒരു ആവശ്യം അദ്ദേഹം ഉന്നയിക്കുന്നത് തൻ്റെ പിതാവിനും കൂടി അറിയാനാണ് എന്നുള്ളത് കൊണ്ട് ഒരുപക്ഷെ കേന്ദ്രത്തിൽ ഭരണമില്ലാത്തത് കൊണ്ട് ദേശീയ തലത്തിലൊരു തീരുമാനമെടുക്കാൻ കഴിയില്ലെങ്കിലും തൻ്റെ പിതാവിൻ്റെ ആശീർവാദത്തോടും അനുഗ്രഹത്തോടെയും തന്നെയായിരിക്കാം ഈ കത്തുകൾ തുടർച്ചയായി ഇങ്ങനെ എഴുതുന്നതും സിദ്ധാരാമയ്യയെ കൊണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കുന്നതെന്നും മനസ്സിലാകുന്നു. ഏതായാലും കർണാടക സർക്കാർ എടുക്കാൻ പോകുന്നത് വളരെ നിർണായകമായ ഒരു തീരുമാനം എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരം.